ഞങ്ങൾ ഈ യാത്രയിൽ കർണാടക, തമിഴ്നാട് ഈ 2 സ്റ്റേറ്റിലും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. തോനെ ദൂരം കാട്ടിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് ലഞ്ചിൻ്റെ സമയമൊക്കെ കുറച്ച് ലേറ്റായിന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൽക്കാലം വിശപ്പടക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് കഴിച്ച് അങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരു നാട്ടും പ്രദേശത്തുള്ള കാഴ്ചയിലേക്കാണ് എത്തിയത്. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഇതാ ഈ കാണുന്ന സൺഫ്ലവറിൻ്റെ അടുത്ത് എത്തിപ്പെട്ട് തീരെ പ്രതീക്ഷിക്കാതാണ് ഈ സൺഫ്ലവർ കണ്ണിൽ പെട്ടത്. ഇവിടെ ഈ ഒരു സമയത്ത് ഇപ്പോൾ സൺഫ്ലവർ ഉണ്ടാവും എന്നുള്ളത് അറിയൂലേനി. പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തി. അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഇതാ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങി കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇനി വീണ്ടും കാട്ടിൻ്റെ ഉള്ളിലോടുള്ള യാത്ര. കുറേ വീഡിയോസ് ഉണ്ട് ഇനി ഈ ഒരു ട്രിപ്പിൻ്റെ. പക്ഷേ അതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത വീഡിയോ മാത്രം എടുത്തു കണ്ടാണ് ഞാനൊരു ഈ ഷോട്ട് ഉണ്ടാക്കണത്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഒന്നുമില്ല. പക്ഷേ ഇതൊരു ഷോർട്ടിനെക്കാട്ടി കൂടുതൽ ലെങ്ത്തും ഉണ്ട്, എന്നാൽ ലോങ് വീഡിയോ ആക്കാനുള്ളതും ഇല്ല. ഞാനാണെങ്കിൽ ഷോർട്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഷോർട്ടിൻ്റെ സൈസിലുമാണ് വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ ഇത് ഷോർട്ടാക്കി ഇട്ടാൽ ആരെങ്കിലും കാണുമല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ കുക്കറിൻ്റെ വിസിലൊക്കെയാണ് ഈ വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു വേറെ ടൈമിന് എഡിറ്റ് ചെയ്യാനിരിക്കാൻ വയ്യാത്തതുകൊണ്ട് അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വരുന്ന വരത്തിൽ ഞങ്ങളിതാ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ കയറി മന്തിയൊക്കെ കഴിച്ച്. ഇതിപ്പോൾ വൈകുന്നേരമായിട്ടോ ലഞ്ച് കഴിക്കുന്നത്. അത്രയും നേരം കാടിൻ്റെ ഉള്ളിലല്ലേ ഇനിയോ, അപ്പോൾ ലഞ്ച് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഇനി. അങ്ങനെ ഞങ്ങളിതാ പോണ പോക്കിലാണ് ഇതാ ഈ വീടുകൾ കണ്ടത്. ഇത് ഈ മുണ്ടക്കൈ അവിടുത്തെ അപകടത്തിലുള്ള ആൾക്കാർക്ക് എടുത്തു കൊടുത്ത ആ ഒരു വീടുകളുണ്ടല്ലോ. അപ്പം അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു വരാമെന്ന് വിചാരിച്ച് കണ്ടു പോയതാ. കുറേയൊക്കെ ആൾക്കാർ താമസിച്ചാണ്. പിന്നെ ആ ദൂരെ കണ്ടതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ പോലെ പ്രൈവസി മാനിച്ച് കണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ദൂരെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഇതാ തിരിച്ചു പോവാണ്. ചുരത്തുമ്മൽ നല്ല മഴ ഉണ്ടേനി. ഇന്നലെ രാത്രി പറഞ്ഞ പോലല്ല, ഇന്ന് ഇവിടുന്ന് ചുരത്തുമെന്ന് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കണ്ട് ഇനി ഇതാ വരുമ്പോഴുള്ള അതേപോലെ തന്നെ അത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടേനി. അതൊക്കെ കഴിഞ്ഞ് ഇതാ അങ്ങാടിയിലെത്തീന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ നാട്ടിലെത്തി, റൂമിലെത്തി, ഫ്രഷായി ഇതാ ഉറങ്ങാൻ പോവാണ്. ഇനി ഇതുപോലെ വേറെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.